ഇത് സിഫിറ്റ് കേരള വിൻഡോയുടെ ZSP സീരീസ് മോഡൽ വിൻഡോ ആണിത്. ഈ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും കേരള വിൻഡോ എന്ന് പറയുന്ന അതേ കൺസെപ്റ്റിൽ ഒരു മരത്തിൻ്റെ ജനൽ എങ്ങനെയാണോ അതേ ഡിസൈനിൽ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കേരളത്തിൻ്റെ പരമ്പരാഗതമായ ഡിസൈനാണ്. ഈ ഡിസൈൻ ബ്രിട്ടീഷുകാരൊക്കെ ഉള്ളപ്പോൾ കൊണ്ടുവന്ന ഡിസൈനാണ് എന്നാണ് പറയപ്പെടുന്നത്. പട്ട കമ്പി എന്ന് പറയുന്നത് ഏറ്റവും ലോ കോസ്റ്റിലുള്ള ഒരു ഗ്രില്ല് ടെക്നോളജിയാണിത്. ആ ടെക്നോളജി തന്നെയാണ് ഞങ്ങളിവിടെ കേരള വിൻഡോ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതിനിവിടെ അവതരിപ്പിക്കുന്നത്. ഈ വിൻഡോയുടെ ഡിസൈനിൻ്റെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും യോജിച്ച ഡിസൈൻ നമ്മൾ പറയും. കാരണം ഇപ്പോൾ അലൂമിനിയം ഫീൽഡിൽ അലൂമിനിയം വിൻഡോ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് പ്രൊഫൈലുകളാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ 6 മാസം മഴയോ 6 മാസം വെയിലോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റില്ല. അവിടെ ശക്തമായ മണൽക്കാറ്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മളുടെ ഇവിടെ അങ്ങനെയല്ല, ക്ലൈമറ്റ് ചേഞ്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളിത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ പൗഡർ കോട്ടിംഗ് കമ്പനികളോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഏത് മെറ്റലിൻ്റെയും ഏറ്റവും സൂട്ടായിട്ടുള്ളൊരു സംഭവം കോട്ടിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടിംഗ് ആണ്. കാരണം അത് ബേക്കിംഗ് ഹീറ്റ് ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കുന്ന മെത്തേഡാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൽ തന്നെ അവർ നമുക്ക് സജസ്റ്റ് ചെയ്തത് കേരളത്തിലെ അവസ്ഥ ക്ലൈമറ്റ് ടെസ്റ്റ് അവർ നടത്തിയപ്പോൾ കേരളത്തിൽ ചില സമയത്ത് ലക്ഷദ്വീപിന് സമാനമായ ഒരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത പൗഡർ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ ഉപയോഗിക്കുന്ന 1000 മണിക്കൂർ സാൾട്ട് ടെസ്റ്റ് പാസ്സായ ഒരു പൗഡർ, അത് SGL കോട്ട് പൗഡറാണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിൻ്റെ കളർ ഫെയ്ഡിന് നമ്മൾ കൃത്യമായിട്ട് നമുക്കത് 10-15 വർഷം ഒരു ഗ്യാരണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ കസ്റ്റമർക്ക് 5 വർഷത്തേക്കാണ് നമ്മൾ കളർ ഫെയ്ഡിങ്ങിന് ഗ്യാരണ്ടി നമ്മൾ നൽകുന്നത്. ഇനി ഇതിൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 mm by 50. ഇതിൻ്റെ പ്രൊഫൈലിൻ്റെ തിക്നെസ് 1.5 ആണ്. ഈ പ്രൊഫൈലിൻ്റെ ഔട്ടർ ടോപ്പ് ആൻഡ് സൈഡ് ഡിവൈഡർ സൈഡ് ഇതെല്ലാം 1.5 തിക്നെസ്സാണ്. ഇതിൻ്റെ ഷട്ടർ വന്നിട്ട് 1.85 തിക്നെസ്സാണ്. ഇതിലെ ട്യൂബും ഇത് വന്നിട്ട് 1.5 ആണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ റൗണ്ട് ട്യൂബ് എന്ന് പറയുന്നത് അലൂമിനിയം ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിലും കസ്റ്റമേഴ്സിന് അത് സേഫ്റ്റി കുറവാണോ കാര്യങ്ങളാണോ എന്ന് ചോദിക്കേണ്ട അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റീൽ ട്യൂബാണ്. സ്റ്റീൽ ട്യൂബ് എന്ന് പറയുന്നത് 304 J++ ബ്രാൻഡാണ്. ഇത്ര സംഭവങ്ങളാണ് നമ്മൾ ഇതിനകത്ത് അലൂമിനിയം സെക്ഷൻ്റെ പ്രൊഫൈലിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലാമ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മരത്തിൻ്റെ വിൻഡോ ക്ലാമ്പ് ചെയ്ത് വെക്കും അതുപോലെ ഭിത്തിയിൽ വെട്ടിക്കൊള്ളിച്ചാണ് ഇവിടെ നമ്മൾ കയറ്റിയേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സ്ക്രൂസ് ഒന്നും കാണാത്തത്. ഇതാണ് സ്ക്രൂവിൻ്റെ ഹോളിൻ്റെ സംഭവങ്ങൾ. ഇത് ലൈറ്റ് വെയ്റ്റ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രൂ സെൻറ്ററിൽ കൊടുത്തേക്കുന്നത്. ഷട്ടറിൻ്റെ പ്രധാന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും നമ്മളൊരു സംഭവങ്ങൾ നേരിട്ട് അലൂമിനിയത്തിലേക്കല്ല നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു SS പ്ലേറ്റ് ഉണ്ട്. SS പ്ലേറ്റിലേക്കാണ് നമ്മൾ ഇതെല്ലാം സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഡാമേജ് വരുന്നില്ല. സാധാരണ അലൂമിനിയമിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും അലൂമിനിയം ഇളകിപ്പോകും കാര്യങ്ങളുണ്ട്, അലൂമിനിയം ലോ കോസ്റ്റ് മെറ്റീരിയലാണ്. അലൂമിനിയം ഒരിക്കലും ഒരു ലോ കോസ്റ്റ് മെറ്റീരിയൽ അല്ല. എല്ലാ കൺസ്ട്രക്ഷനും ലോകത്തുള്ള 85% കൺസ്ട്രക്ഷന് എല്ലാത്തിനും ഉപയോഗിക്കുന്ന അലൂമിനിയമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ മറ്റുള്ള നിർമ്മിതിക്കും എല്ലാത്തിനും കൂടി ടോട്ടലി അതുകൊണ്ടാണ് ടോട്ടൽ 85 പറഞ്ഞത്. ഇപ്പോൾ 85% എന്ന് പറഞ്ഞിട്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. ഇപ്പോൾ എന്തെടുത്താലും ഇപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടാകും, ഫ്ലൈറ്റിൻ്റെ ഘടകങ്ങൾ അങ്ങനെയുള്ള എല്ലാ നിർമ്മാണത്തിൻ്റെ ഘടകങ്ങൾക്കും ഉപയോഗിക്കുന്നത് അലൂമിനിയമാണ്. അപ്പോൾ പക്ഷേ ഇവിടെ കേരളത്തിൽ അലൂമിനിയം ഏറ്റവും ലോ കോസ്റ്റ് ചെയ്യുന്നത് അലൂമിനിയം മതി എന്നൊരു കൺസെപ്റ്റാണ്. പക്ഷേ അലൂമിനിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ക്വാളിറ്റി ഐറ്റംസ് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന് ആ ഒരു ചവിട്ടുപടിയായിട്ടാണ് ഞങ്ങൾ ഈ ടെക്നോളജി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അലൂമിനിയത്തിൽ ഇത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ SS-ൻ്റെ പ്ലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 10-15 കൊല്ലം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പക്ഷേ അലൂമിനിയത്തിന് സ്വാഭാവികമായിട്ടും 30 കൊല്ലം മറ്റുള്ള മെറ്റീരിയലിനെ അപേക്ഷിച്ചിട്ട് 30 കൊല്ലം ലൈഫുണ്ട്. പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത്തും ടെൻഷൻ സ്ട്രെങ്ത്തും എല്ലാ മെറ്റീരിയലിനേക്കാളും കൂടുതലാണ്. എന്നാൽ പോലും ഞങ്ങൾ 5 കൊല്ലത്തേക്ക് ഞങ്ങൾ ഇതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കുന്നുള്ളൂ. ഗ്യാരണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കളർ ഫെയ്ഡിംഗ് ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്, ഗ്ലാസിനോ കാര്യങ്ങൾക്കോ അല്ല. പക്ഷേ ഈ 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് 2015-ലാണ്. 2015 ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അലൂമിനിയത്തിൻ്റെ റേറ്റ് 185 ആയിരുന്നു. ഇപ്പോൾ അലൂമിനിയം 300-350 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയാണ്. മറ്റുള്ള മെറ്റൽ പോലെ തന്നെ ഒരു എന്താ പറയുക, ഇപ്പോൾ 100% ആണ് ഇത്ര വർഷം കൊണ്ട് ഇതിൻ്റെ റേറ്റ് ഡബിളായി. അപ്പോൾ നമ്മൾക്ക് ഈ 5 കൊല്ലം കഴിയുമ്പോൾ അന്ന് വരുന്ന മെയിൻ്റനൻസിൻ്റെ ചാർജ്, ഒരു വിൻഡോ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ചാർജ് ഉണ്ടെങ്കിൽ വേറെ വിൻഡോ തന്നെ നമുക്ക് അന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വേറെ ഒരു വിൻഡോക്കും ഇതുപോലൊരു സംഭവം ചെയ്യാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ള വിൻഡോ എല്ലാം ടോട്ടൽ ഡാമേജ് ആവും.
ചിലത് ടോട്ടൽ ലോസ് വേസ്റ്റ് നാഷണൽ വേസ്റ്റ് വരെ ആകുന്ന ടെക്നോളജിയാണ് മറ്റുള്ള വിൻഡോകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അലൂമിനിയത്തിൽ തന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ അലൂമിനിയം മറ്റ് കുറേ മരങ്ങളിൽ നിന്നും മരം പ്രകൃതിക്ക് അലൂമിനിയം നിർമ്മിതിക്ക്. ഇതാണ് ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ തന്നെ. ഇത് നമ്മുടെ പ്രീമിയം സീരീസ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്ലാസ് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു വിൻഡോയുടെ ഫിനിഷിംഗ് റേറ്റാണ് നമ്മൾ പറയുന്നത്. സിഫിക് സീരീസിൻ്റെ പ്രീമിയം സീരീസിൽ ഒരു വിൻഡോയുടെ ടോട്ടൽ റേറ്റ്. അപ്പോൾ സാധാരണ ഒരു മരത്തിൻ്റെ ജനറൽ വാങ്ങിച്ചാൽ മരത്തിൻ്റെ വിൻഡോയുടെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ ഗ്ലാസിൻ്റെ എക്സ്ട്രാ വരും, പെയിൻറ്റ് എക്സ്ട്രാ വരും, പോളിഷ്, ഫിറ്റിംഗ് ചാർജ്. ഇത് നമ്മൾ എല്ലാം ഉള്ള ഒരു വിൻഡോയുടെ ഫൈനൽ റേറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ക്ലൈമാ ഗാർഡ് എന്ന് പറയുന്ന ഗ്ലാസ്സാണ്. ക്ലൈമാ ഗാർഡ് എന്ന് പറഞ്ഞാൽ മോഡി ഗാർഡിൻ്റെ ഒട്ടും ചൂട് അകത്തോട്ട് കയറ്റി വിടാത്ത ഗ്ലാസ്സാണ് ക്ലൈമാ ഗാർഡ്. അതാണ് നമ്മൾ പ്രീമിയം വിൻഡോയിൽ സാധാരണ കൊടുക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ അവർക്ക് ലൈറ്റ് കൂടുതലും വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ അവർ ചൂസ് ചെയ്തത് നിങ്ങൾക്ക് ലൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, മിസ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ്സാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോ ലോക്ക് സിസ്റ്റമാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് നമുക്ക് ഇപ്പോൾ എവിടെയാണെങ്കിലും ഇതിപ്പോൾ ഒരു ട്രിപ്പിൾ ഹൈറ്റ് ബിൽഡിംഗ് ആണ്, പക്ഷേ ഇത് കാറ്റ് വന്നാൽ ഷട്ടർ വന്ന് താനെ വന്ന് അടയും. അപ്പോൾ അതിൽ ആ ഒരു ഇത് കൂടി യൂസ് നമ്മൾ അതാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വിൻഡോസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നോർമൽ മരത്തിൻ്റെ വിൻഡോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അത് രീതിയിലുള്ള വിൻഡോസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൾക്കാരുടെ അതിൻ്റെ പ്രൈസിങ്ങിൽ വരുന്ന ആൾക്കാരുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം നമ്മൾ വൂൾ ഫൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വൂൾ ഫൈറ്റ് സിന്തേറ്റ് ആണ്, സാധാരണ ടൈപ്പ് അല്ല. ഇത് നമുക്ക് ലാസ്റ്റിംഗ് ഉള്ള ടൈപ്പ് 5-10 കൊല്ലം കഴിഞ്ഞാൽ പോലും നമുക്ക് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലുള്ള ഇതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഷോക്ക് പ്രൂഫ് ഉപയോഗിച്ചിട്ടുണ്ട്. ഷോക്ക് പ്രൂഫ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഒരു പരാതിയാണ് ഭയങ്കര ശബ്ദമാണെന്ന് പറഞ്ഞത്. ഈ അലൂമിനിയത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് കുറക്കാൻ വേണ്ടി ഇവിടെ ഷോക്ക് പ്രൂഫും നമ്മൾ വൂൾ ഫൈലും നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്.